സുജാത മാഡം, ആനന്ദിനോട് ഗംഗയുടെ അച്ഛനും അമ്മയും വന്ന കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു മാഡം, ഇപ്പൊ വരും. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കേ. കൃഷ്ണേട്ടൻ ഇവരെ മനസ്സിലായില്ലല്ലേ? ഇതാണ് നമ്മുടെ കല്യാണിയെ കിട്ടാൻ പോകുന്ന ചെക്കൻ. പേര് നീരജ്. ഓ, നമസ്കാരം. നമസ്കാരം. ഇത് നീരജിന്റെ അച്ഛനും അമ്മയും. നമസ്കാരം. നമസ്കാരം. ഇത് അറിയാം മാഡം. തൃച്ചംബരത്തെ ശിവരാമൻ സാറിനെ അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇപ്പൊ ഇറങ്ങേണ്ട സമയമായി. പോവാം. മാഡം. ദാസേട്ടാ, കേറുവാ ദാസേട്ടാ. വാ. സുബ്ബണ്ണ, ബ്രോ പറഞ്ഞ പോലെ അമ്മായച്ചൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ആനന്ദാര പുള്ളി. പിന്നല്ല. ആനന്ദ്. ആനന്ദ്, ഇതാണ് ആനന്ദ്. ഇത് ഗംഗയുടെ അച്ഛനും അമ്മയും. നമസ്കാരം. നമസ്കാരം. ആനന്ദേ, ഇവരാ ഇനി മുതൽ നിന്റെ അമ്മായി അച്ഛനെ അമ്മായി അമ്മേ. ഫോട്ടോ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണുന്നു ഇപ്പോഴാ. രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് അല്ലേ? ജാതകത്തിന്റെ കാര്യത്തിലും അതെ, 10ന് 10 പൊരുത്തം. കല്യാണിയുടെ ജാതകം തിരുത്തി ഗംഗയുടെ ജാതകം ആക്കിയതാണെന്ന് അമ്മയോട് എങ്ങനെ പറയും ഞാൻ? ഇത് ഇളയ മകൻ അരവിന്ദ് കൃഷ്ണൻ. നമസ്കാരം. ഇത് സുബ്രുവാണ്, ആനന്ദിന്റെ കൂട്ടുകാരൻ. നമസ്കാരം. നമസ്കാരം. വെറും കൂട്ടുകാരനല്ല കേട്ടോ, ചങ്ക്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? മുഹൂർത്തം തെറ്റിക്കണ്ട. ശരി കൃഷ്ണേട്ടാ. വിലാസിനെ ചേച്ചി, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ? എല്ലാം ഓക്കെയാ. എന്നാ നമുക്ക് ഇറങ്ങാം. വരൂ. പോവാം. വാ. ഗുരുജി, കൃഷ്ണടാ, ഗുരുജി. നമസ്കാരം ഗുരുജി. സർവേശ്വര. മുടക്കത്തിന് വന്നതല്ല, തുടക്കത്തിന് ഒരു മുടക്കം വരാതിരിക്കാൻ വേണ്ടി ഈ വരവ് അനിവാര്യമായി തോന്നി. കാശിയിൽ നിന്ന് അല്പം മുമ്പ് എത്തിയതേ ഉള്ളൂ. കാശി യാത്രയിൽ ഒരു നിയോഗം പോലെ അഖിലയുടെ ഇളയച്ചനെ കണ്ടു. തൃച്ചംബരത്തെ മംഗളകർമ്മങ്ങൾ നിരന്തരമായി മുടങ്ങുന്നത് കൊണ്ട് ഈ ജാതക കൈമാറ്റം തൃച്ചംബരത്തിന് പുറത്തു വച്ച് നടത്താൻ പാടില്ലെന്നാ അദ്ദേഹം പറഞ്ഞത്. അതിന് എന്നെ ചുമതലപ്പെടുത്തിയാണ് അയച്ചതും. ഓ ഗുരുജി, അപ്പൊ ഈ നിശ്ചയം മുടങ്ങിയല്ലേ? മുടങ്ങുകയല്ല, പകരം തൃച്ചംബരത്ത് വച്ച് നടക്കും നിശ്ചയം.
എന്താ അതുപോലെ? മതി ഗുരുജി. നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാല് അതിനുള്ള ഏർപ്പാടുകൾ നടക്കട്ടെ, മുഹൂർത്തം തെറ്റിക്കണ്ട. ശരി, വരൂ വന്നാലും. ഗുരുജി. അച്ഛനിത് എങ്ങോട്ടാ? മോളകത്തേക്ക് ചെല്ല്, അച്ഛനിപ്പോ വരാം. തുടക്കം തന്നെ തടസ്സങ്ങളാണല്ലോ ഗംഗേ. മുടക്കമൊന്നും വന്നിട്ടില്ലല്ലോ, സ്ഥലം മാറിയെന്നല്ലേ ഉള്ളൂ. ആ ഞാനിപ്പോ വരാം. ഓ, എന്തൊക്കെയുണ്ട് വിശേഷം? വിലാസിനി, ആ ചേച്ചി ഒരു മിനിറ്റ്. അതിൽ കത്തി പിടിക്കരുതേ. എന്താ ചേച്ചി? നന്ദന അമ്പലത്തിൽ നമ്മളെയും കാത്തു നിൽക്കുമായിരിക്കും. ആ അയ്യോ, നീ നന്ദനയുടെ ഫോണിൽ വിളിച്ച് വേഗം വരാൻ പറയും. ഞാനതങ്ങ് മറന്നു. ജയന്തിയും കൂടെ ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ വിളിക്കാം ചേച്ചി. ഇന്നലെ രാത്രി നീയും ആനന്ദം കൂടി സംസാരിച്ചതും പ്ലാൻ ചെയ്തതും ഒക്കെ ഞാനും കേട്ടു. ഈ നിശ്ചയം നിങ്ങൾ തമ്മിലുള്ളതായിരിക്കും എന്നല്ലേ പറഞ്ഞത്? അതെനിക്കൊന്ന് കാണണം. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. നീ വിചാരിക്കുന്നത് നടക്കുമെന്ന് നീയും വിചാരിക്കരുത്. നിന്നെ പോലൊരു ഫ്രോഡിനെ തൃച്ചംബരത്തെ മരുമകളാകാൻ സമ്മതിക്കില്ല ഞാൻ. എന്നോടാണോ നിന്റെ വെല്ലുവിളി? അതെ, നിന്നോട് തന്നെയാ. ഇത്രയും നാൾ നീ തന്നെയല്ലേ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വെല്ലുവിളി നടത്തിയത്. ഇതെന്റെ വെല്ലുവിളിയാ. അപ്പൊ കാണാം. അതെ, കണ്ടു തന്നെ അറിയാം. ബിസിയാണല്ലോ. ആ ജയന്തിയെ വിളിച്ചു നോക്കാം. ഇവളെന്താ ഫോൺ എടുക്കാത്തെ? രണ്ടെണ്ണം കൂടി അമ്പലത്തിലെ അത്താഴ പൂജയും കഴിഞ്ഞിട്ട് വരട്ടെ. തൃച്ചംബരത്ത് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഈ തറവാടിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അല്ലെങ്കിൽ ഫലം തറവാടിന്റെ ക്ഷയിക്കലാകും. അത് പുതുതായി വന്നു കയറുന്ന ബന്ധുക്കളെ ബോധ്യപ്പെടുത്തണമെന്നും പറഞ്ഞേപ്പിച്ചിരുന്നു എന്നെ. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ പിന്നെ ആദ്യം ദീപം തെളിയിച്ച് ചടങ്ങുകൾ ആരംഭിക്കാം അല്ലേ? ആയിക്കോട്ടെ ഗുരുജി, വരൂ. വരൂ. എവിടെയോ നല്ല പരിചയം. അത് ബ്രോയുടെ ഫ്രണ്ടാ. ആ എല്ലാവരും അടുത്തേക്ക് വന്നോളൂ. ആ വരൂ.
സുതം ആന്റി, ഫോൺ ചെയ്തപ്പോഴേ ഞാൻ ദേ ഗേറ്റിന്റെ അടുത്തെത്തി. അതാ ഫോൺ എടുക്കാതിരുന്നേ. ആന്റി, അവിടെ ഒരു സംഭവം നടന്നു. അല്ല അത് പോട്ടെ, നീ എങ്ങനെ അറിഞ്ഞത് നിശ്ചയം ഇവിടെ വെച്ചാന്ന്? ആരെങ്കിലും വിളിച്ചായിരുന്നോ? അല്ല ആന്റി, ദാസേട്ടനെ കണ്ടു. ദാസേട്ടൻ മകളുടെ കല്യാണം മംഗളാവാൻ വേണ്ടി അവിടെ മുട്ടുകാൽ പ്രദക്ഷിണം നടത്താൻ വന്നതാ. നേരെയാണോടി? ആ, എന്നാ അത് മംഗളമാക്കാനല്ല, കൊളമാക്കാനായിരിക്കും. കാരണം തന്തയ്ക്കും മോൾക്കും തൃച്ചംബരത്തെ മൂത്ത മരുമകൾ സ്ഥാനത്തിലല്ലേ നോട്ടം. അല്ല, നന്ദന എവിടെ? അഖിൽ ആന്റി അമ്പലത്തിലെ ഒരു ഉദയാസ്തമന പൂജ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പാവ അതില് പെട്ടുപോയി. ഇനി വൈകിട്ടേ വരാൻ പറ്റൂ. വരൂ. എല്ലാവർക്കും കൊടുത്തോളൂ. ഇനി ജാതകങ്ങൾ കൊണ്ടുവരൂ. ഗുരുജി, ഇതോടൊപ്പം കല്യാണിയുടെയും നീരജിന്റെയും നിശ്ചയം കൂടി നടത്തണം. അതിനെന്താ, ജാതകങ്ങൾ തരാൻ പറയൂ. ഇനി പെണ്ണിന്റെ ജാതകം കിട്ടാനുണ്ടല്ലോ. അച്ഛന്റെ കാലിന് ഇതെന്താ പറ്റിയേ? ദാസേട്ടാ, ജാതകം കൊടുക്ക്. ശരി മാഡം. ആന്റി, ആ കല്യാണിയുടെ ജാതകം ആനന്ദേട്ടന്റെ ജാതകത്തിൽ വന്ന് വീണത് കണ്ടില്ലേ? ജയന്തി, നന്ദനയുടെ ആന്റി പറഞ്ഞിരുന്ന സൂര്യാസ്തമന പൂജയ്ക്ക് അമ്പലത്തിൽ നിൽക്കുക. മുഹൂർത്തം ആവുന്നല്ലോ. അമ്പലത്തിൽ വെച്ചാണല്ലോ എൻഗേജ്മെന്റ് എന്ന് കരുതിയ ഉദയാസ്തമന പൂജയ്ക്ക് പറഞ്ഞത്. ഇതാരുടെ നിശ്ചയ കൂടെ നടത്തുന്നത്? അതെ, ഇത് ഇവിടുത്തെ ഡ്രൈവർ ദാസേട്ടന്റെ മോളുടെയാ. വ്യക്തമായിട്ട് പറഞ്ഞ തൃച്ചംബരത്തെ അടുക്കളക്കാരിയുടെ. ഓ, അങ്ങനെയാണോ? പിന്നെ തൃച്ചംബരത്തെ ഒരു നിശ്ചയം നടക്കുന്നതിന്റെ അന്ന് തന്നെ ഒരു അടുക്കളക്കാരിയുടെ നിശ്ചയം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാ അതിനെ കുറ്റം പറയാനും പറ്റില്ല.
ഇത് ചേച്ചി തന്നെ മുൻകൈ എടുത്ത് നടത്തി കൊടുക്കുന്ന ഒരു ധർമ്മ കല്യാണോ? ഒരു പുണ്യപ്രവൃത്തി അല്ലേന്ന് വെച്ചിട്ടാ ഒരേ ദിവസം തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കല്യാണം ഒരേ മുഹൂർത്തത്തിൽ തന്നെയാ. ശിവരാമേട്ടൻ എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനൊരു സത്യം പറഞ്ഞതാ. പ്രിയങ്കയാണല്ലോ, ഇതെന്താ ഇപ്പോ? ഗംഗ ഫോൺ എന്തിനാ കട്ട് ചെയ്യുന്നത്? എടുത്ത് സംസാരിക്കേ, ഇല്ലെങ്കിൽ അവർ ഇനിയും തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും. ശരി ആന്റി. ഹായ് ശീതൽ. ഓ, അഖിലാണ്ടേശ്വരി അടുത്തുണ്ടല്ലേ? നന്നായി. അവിടെ നടക്കാൻ പോകുന്ന നിന്റെ എൻഗേജ്മെന്റിനെ കുറിച്ച് ഓർക്കുമ്പോ വളരെ സന്തോഷം തോന്നുന്നു. അതാ ഞാനിപ്പോ വിളിച്ചത്. ഒന്നും കേൾക്കാൻ വയ്യ, റേഞ്ച് കിട്ടുന്നില്ല. ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നോ? ഹലോ, കേൾക്കാവോ? പ്രിയങ്കെ, ഞാൻ ഈ നിശ്ചയത്തില് ഹാപ്പി അല്ല. നീ ഹാപ്പി അല്ലെന്നോ? നിനക്ക് എന്ത് പറ്റിക്കന്നെ? നീ ഭ്രാന്ത് പറയരുതേ. എന്റെ എൻഗേജ്മെന്റ് നടക്കുമ്പോ കൂടെ പിറന്ന നീ ഇല്ലെങ്കിൽ എന്ത് സന്തോഷം. ഇത് നീ മുന്നിൽ നിന്ന് നടത്താനുള്ള നിശ്ചയമാണ്, അറിയോ നിനക്ക്? ഓ, സത്യം പറഞ്ഞാ നിന്റെ നിശ്ചയം ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണെന്ന് പറയാനാ വിളിച്ചത്. എന്റെ നിശ്ചയം ലൈവ് കാണുന്നെന്നോ? ആ, അവിടെ എല്ലാവരും എടുത്തിരിക്കുന്ന ഡ്രസ്സിന്റെ കളറും നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളറും ഞാൻ പറയട്ടെ. നീ ശരിയാണെങ്കിൽ സമ്മതിക്കും. ഇതെങ്ങനെയാ പ്രിയങ്കെ? നീ ഇവിടെ ഉണ്ടോ? നീ നിന്റെ അച്ഛനായി കൊണ്ടുവന്നില്ലേ ആ സെബാസ്റ്റ്യൻ? ഓ സോറി, ഇപ്പൊ അതല്ലല്ലോ പേര്, അനിൽ മേനൻ. അവന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ വഴി എല്ലാം ലൈവായി കാണുന്നുണ്ട് ഞാൻ. സൂപ്പർ പ്രിയങ്കെ. ശരി, ഇനി അധികം സംസാരിക്കാൻ നിൽക്കണ്ട. അഖിലേക്ക് സംശയവും. ഞാൻ നിശ്ചയം ലൈവ് കണ്ടോളാം. ഓക്കെ, ബി ഹാപ്പി. താങ്ക് യു സോ മച്ച്. സോറി ആന്റി, എന്റെ ഒരു ഫ്രണ്ടാ ശീതൽ. അവൾ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചതാ. ശരി ശരി. തുടങ്ങാം. ഇനി ജാതകങ്ങൾ കൈമാറും. ഇനി പെണ്ണിന്റെയും ചെറുക്കന്റെയും ജാതകങ്ങൾ പരസ്പരം കൈമാറുന്ന പ്രധാന ചടങ്ങാണ്. അപ്പോ അതിലേക്ക് കടക്കല്ലേ? അതെ ഗുരുജി. അഖില നിനക്കാ? ഗുരുജി ഒരു മിനിറ്റ്. ഹലോ, ഒന്നും വ്യക്തമാവുന്നില്ല. ഹലോ, അല്ല ഞാനത് അക്കൗണ്ടന്റിനോട് പറഞ്ഞതാണല്ലോ. കല്യാണി വിശ്വസിക്ക, നാളെ നടക്കാൻ പോകുന്നത് നമ്മൾ തമ്മിലുള്ള നിശ്ചയമാണ്. സുബ്രു,